ഇന്നും ഇന്നലെയുമായി ഒരുപാട് ആളുകൾ നേരിട്ടും അല്ലാതെയും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ അപ്ഡേറ്റ് വീഡിയോയിലൂടെ എല്ലാവരോടും പങ്കുവെക്കാം എന്നുള്ള നിലക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കേസിൻ്റെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ചില കേസുകളും അതേപോലെ ഭാവിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയുടെ ആകത്തുക എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ഇനിവേ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എക്സ് മുസ്ലിം സാമൂഹ്യ ദ്രോഹിയായിട്ടുള്ള ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിയമപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അതിനു മുമ്പ് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, പല പാർട്ടികളിൽപ്പെട്ടവരും അതുപോലെ തന്നെ പല വ്യത്യസ്തമായ സംഘടനകളിൽപ്പെട്ടവരും അതേപോലെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരും ഈവൻ നിരീശ്വരവാദികളടക്കം അതിനോട് പ്രതികരിക്കുകയും നേരിട്ടും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സ് അന്വേഷിക്കുകയും അതിന് പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, എല്ലാ തരത്തിലുള്ള ആളുകളും ഈ പറഞ്ഞ കുറച്ച് ഈ സംഘികളും എക്സ് മുസ്ലിം സാമൂഹ്യ ദ്രോഹികളും അല്ലാത്ത എല്ലാവരും ഈ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ ഒരു കൂട്ടവും ഒരു സോഷ്യൽ ന്യൂയിസൻസ് ആണ്, ഒരു സാമൂഹ്യ ദ്രോഹികളുടെ ഒരു കൂട്ടമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസുമായി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഏതായാലും അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ആശയ വിയോജിപ്പുകൾ ഞാനുമായി ബന്ധപ്പെട്ടവരോടൊക്കെ പലതരത്തിലുള്ള ആളുകൾ നമ്മളൊറ്റൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ആശയ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും വളരെ മാന്യമായ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് അഗ്രസീവായിട്ടുള്ള ചർച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മളൊക്കെ ആശയപരമായിട്ടാണ് വിയോജിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കും സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൃത്യമായി നിയമത്തിൻ്റെ വഴികളിലൂടെ തന്നെ പോകണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കേസിൻ്റെ അപ്ഡേറ്റ്, നിങ്ങൾക്ക് എന്താണ് കേസ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആശയപരമായ ചർച്ചകൾ നിരന്തരമായി നിരീശ്വരവാദികളുമായിട്ടും ഈ എക്സ് മുസ്ലിങ്ങളുമായിട്ടും അല്ലാത്തതൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ, റിയാക്ഷൻസ്, മറുപടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംവാദങ്ങൾ, ഇതൊക്കെ നിരന്തരമായി കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചർച്ചകളിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറുപടികൾ പറയാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പോലും പലപ്പോഴും നമ്മളൊക്കെ അഭിമുഖീകരിക്കാറുണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണെന്നുള്ള നിലക്ക് നമ്മൾ അതിനെതിരെ ഓരോന്നിനെതിരായിട്ടും നിയമ നടപടികളായിട്ടൊന്നും പോകാറില്ല. വളരെ മോശമായ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ആ നിലക്ക് നമ്മൾ ഒഴിവാക്കി വിടാറാണ് പതിവ്. പക്ഷേ നമ്മളെയും കടന്ന് അതിനപ്പുറത്തേക്ക് വളരെ നീചമായ ഭാഷയിൽ, വളരെ മോശം ഭാഷയിൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം അധിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അത് തീർച്ചയായും അത് നിയമത്തിൻ്റെ വഴിയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അല്ലെങ്കിൽ പിന്നെ എന്താ അതിന് തിരിച്ച് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒരു ആശയ വിമർശനം പറഞ്ഞാൽ നമുക്കതിന് മറുപടി പറയാം, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റും അല്ലേ? ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംവദിക്കാം, റിപ്ലൈ വീഡിയോസ് ഇറക്കാം, റിയാക്ഷൻസ് ഇറക്കാം, ഒക്കെ ചെയ്യാം. അതൊക്കെയാണ് നമ്മുടെ ചാനലിൽ കാര്യമായിട്ട് നടക്കാറുള്ളത്. നിങ്ങൾക്ക് ചാനലൊക്കെ പരിശോധിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ, പല വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ സ്ഥിരമായി നടക്കുന്നൊരു ചാനലാണിത്. അപ്പോൾ അതാണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ വീട്ടിലുള്ള സ്ത്രീകളെ, സ്വന്തം ഉമ്മയെ, പെങ്ങളെ ഒക്കെ തെറി പറഞ്ഞാൽ നമുക്ക് എന്താ റിയാക്ഷൻ ഉള്ളത്? തിരിച്ച് തെറി പറയേ, തിരിച്ച് നീചമായ ഭാഷ ഉപയോഗിക്കുക നമുക്കൊരിക്കലും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് പോലും ഇവിടെ വായിക്കുന്നില്ല. കാരണം ഇത് കേൾക്കുന്നവരിൽ ഈവൻ നിരീശ്വരവാദികളാണെങ്കിൽ പോലും ഒരു സംസ്കാരമുള്ള ഒരാൾക്ക് കേൾക്കാനോ വായിക്കാനോ പറ്റാത്ത രൂപത്തിൽ അത്രയും മോശമായ ഭാഷയും പ്രയോഗങ്ങളും അടങ്ങുന്ന ഒരു പോസ്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വായിക്കുന്ന പോലും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെതിരെ കൃത്യമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികൾ, ഇത് കേവലം എനിക്കെതിരായിട്ടോ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ഉമ്മയെയോ പെങ്ങളെയോ പറഞ്ഞതോ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെ പറഞ്ഞതോ ആയിട്ടുള്ള വിഷയം മാത്രമല്ല, നിരന്തരമായി ഇത് ഒരു വിഷയമാണ് ഈ പറഞ്ഞത്, നിരന്തരമായിക്കൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പലതരത്തിലുള്ള സാമൂഹ്യ ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു കൂട്ടവും എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരും ഒരു ബാധ്യതയായി എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. നിരന്തരമായി ഇത്തരം പോസ്റ്റുകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രത്യേകിച്ചും ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെ നിരന്തരമായി വളരെ മോശം ഭാഷയിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ വ്യക്തി അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിയമത്തിൻ്റെ മുന്നിലേക്ക് എക്സ്പോസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഓരോ പൗരനും ഇതിൽ കൃത്യമായ, അത് മുസ്ലിങ്ങൾ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കേരളീയ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് ചർച്ചകൾ, ആശയ ചർച്ചകൾ നിരന്തരമായി നടക്കുന്ന ഒരു സൊസൈറ്റിയാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത്. പക്ഷേ ആശയ ചർച്ചകളിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു രീതി പരിചയമില്ല അല്ലേ? മറ്റുള്ളവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ വളരെ മോശമായി ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അധിക്ഷേപിക്കുക, മുഖ്യമന്ത്രിയെ പോലും വളരെ മോശം ഇൻറ്റൻഷനോടുകൂടി മോശം രീതിയിൽ അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നമുക്ക് പരിചയമുണ്ടോ? ഏതെങ്കിലും ഇപ്പം പല രാഷ്ട്രീയ ചർച്ചകളും തർക്കങ്ങളും മതപരമായ തർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു സൊസൈറ്റിയല്ലേ നമ്മുടേത്. ഇങ്ങനെയൊന്ന് നമുക്ക് പരിചയമുണ്ടോ? ഇത് കേരളത്തിൽ
ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ ന്യൂസൻസ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും നമ്മളുടെ ബാധ്യതയായി എടുത്ത് ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഭരണകൂടത്തോടും ഭരണം കൈയാളുന്നവരോടും പറയാനുള്ളത്, ഇത് നമ്മുടെ സൊസൈറ്റി, ഇപ്പം വി ഡി സതീശനൊക്കെ പിന്നെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, പിണറായി വിജയനും വി ഡി സതീശനൊക്കെ കാലം കഴിഞ്ഞു പോകും, പക്ഷേ നമ്മുടെ സൊസൈറ്റി ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ആത്മാർത്ഥമായി ആ ഒരു കാര്യത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കൃത്യമായ പിന്നെ നടപടികൾ ആ വിഷയത്തിൽ വേണമെന്നുള്ളതാണ്. ഇതിൻ്റെ കേസിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ DGPക്കും അതേപോലെ തന്നെ നാഷണൽ സൈബർ സെല്ലിനും ഒക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്, പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ DGPയുടെ ഓഫീസിൽ നിന്ന് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സൈബർ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നേരിട്ട് വിളിക്കുകയും ചക്കരക്കല്ല് പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ FIR ഇടാൻ വേണ്ടി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനം കിട്ടിയ വിവരം. അപ്പോൾ FIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഏതായാലും ആ നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതാണ്. നമ്മുടെ സൊസൈറ്റി നിലനിൽക്കുക, വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സർവ്വസ്വാഭാവികമാണ്. ആ സംവാദങ്ങളും ചർച്ചകളും അല്ലെങ്കിൽ ഈവൻ തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുക, ഈവൻ പരിഹാസങ്ങൾ പോലും നമുക്ക് ആ ഒരു നിലക്കെടുക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയാണ് ബാധിക്കുക എന്നുള്ളത് എല്ലാവരും ബോധ്യപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസ്, ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3ഓളം ഇത്തരം വിഷയങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ പറഞ്ഞ കേസ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അപ്ഡേറ്റാണ് പറഞ്ഞത്. വേറൊന്ന് ഒരു ഫെമിനിസ്റ്റ് ഒരു കുട്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഏതെങ്കിലും പിന്നെ നമ്മുടെ ഏതെങ്കിലും മുറി ക്ലിപ്പുകളൊക്കെ ആരെങ്കിലും കട്ട് ചെയ്ത് ഇട്ടത് കണ്ട് തെറ്റിദ്ധരിച്ചതോ എന്തോന്നറിയില്ല. എന്നെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പേരെടുത്ത് ഫോട്ടോ ഒക്കെ കാണിച്ചുകൊണ്ട് റേപ്പിനെ ന്യായീകരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് വേറെ കാര്യങ്ങൾ പോലെയല്ലോ, ആശയപരമായി വിമർശിക്കാം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോട് വിയോജിക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളൊക്കെ ഒരുപാട് ഞങ്ങൾക്കെതിരെ നിരന്തരം റിയാക്ഷൻ വീഡിയോസ് വരാറുണ്ട്, ട്രോളുകൾ വരാറുണ്ട്, ഇതൊക്കെ നമുക്ക് ആ നിലക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ എന്തിനെതിരായിട്ടാണോ നിലകൊള്ളുന്നത് അത് തന്നെ നമ്മളുടെ മേൽ ആരോപിക്കുക, അത് തന്നെ വളരെ മോശമായ രൂപത്തിൽ വ്യക്തി ഹത്യ ചെയ്യുന്ന രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് നമ്മൾ വിചാരിച്ചു ഇതിന് മറുപടി അല്ലല്ലോ വേണ്ടത്. ഇമാതിരി കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നുണ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാണോ നിലകൊള്ളുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള നിലക്ക് ആ കുട്ടിയെ ബന്ധപ്പെട്ട് വക്കീൽ നോട്ടീസ് അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആ കുട്ടി പെട്ടെന്ന് പേടിച്ചിട്ടായിരിക്കാം വേഗം ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയമില്ലാത്തത് കൊണ്ടോ ഇനിയല്ല ആരെങ്കിലും എന്തെങ്കിലും ക്ലിപ്പുകൾ അയച്ച് തെറ്റിദ്ധരിപ്പിച്ചതോ ആയിരിക്കാം. അത് പിന്നെ വെറുതെ വേറെ രൂപത്തിൽ ഉപദ്രവിക്കേണ്ട എന്ന് കരുതി നമ്മൾ ആ ഒരു നിയമ നടപടി അവിടെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു നടപടി. അതേപോലെ തന്നെ വേറൊന്ന്, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയുള്ള വേറൊരു മുസ്ലിം സാമൂഹ്യ ദ്രോഹി, ഇത് ഇവർ ചെയ്തെന്താ വെച്ചാൽ നമ്മുടെ ക്ലിപ്പുകൾ എടുക്കുക, എന്നിട്ട് നമ്മളുടെ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന രൂപത്തിലടക്കം ഷോർട്സ് കട്ട് ചെയ്തിട്ട്, അത് മാത്രം വേറെ റിയാക്ഷൻസോ മറുപടികളോ ഒന്നുമില്ല, ആ രൂപത്തിൽ കുറച്ച് ഷോർട്സ് പിന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അത് ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പം 100 കണക്കിന് അത്തരത്തിലുള്ള ഷോർട്സ് ഉണ്ട്, വേറൊന്നുമില്ല. അപ്പം റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മളുടെ മേൽ ആരോപിച്ചിട്ടടക്കം റിയാക്ഷൻസും അതേപോലെ തന്നെ മറുപടികളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് ആ നിലയ്ക്ക് എടുക്കാൻ സാധിക്കും. നമ്മൾ നിരന്തരമായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ പറയാത്തൊരു കാര്യം അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന രൂപത്തിലും അതേപോലെ തന്നെ അത് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ കുറേ ഷോർട്സ്, വേറൊന്നുമില്ല, മറുപടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്ത്, യൂട്യൂബ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ മൂപ്പരും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പേടിച്ച് എല്ലാം ഡിലീറ്റ് ചെയ്തു. 500ഓളം ഷോർട്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു 400-500ഓളം ഷോർട്സ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്തു. അതുതന്നെയാണ് നമ്മളുടെ ആവശ്യം. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ഞങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. റിയാക്ഷൻസ് ഒക്കെ ചെയ്യാം, എല്ലാവരോടായിട്ടാണ് ഒരു ഞങ്ങളുടെ നയം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ ആശയങ്ങളോട് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. കാരണം ഞങ്ങളും പല ആളുകളോടും വിയോജിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ്, റിപ്ലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായും ഞങ്ങളോടും വിയോജിക്കാനും ഞങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കും മറുപടി പറഞ്ഞ ഒരാൾക്കെതിരെയും ഇതുവരെയും ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യില്ല, അത്തരത്തിലുള്ള ഒരു നടപടികളോ മറ്റു കാര്യങ്ങളോ എടുക്കില്ല. പക്ഷേ
ഈ മാതിരിയുള്ള പരിപാടി ഒപ്പിക്കാൻ പാടില്ല. എന്താ, ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന രൂപത്തിലടക്കം ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് ഷോർട്സ് ആയിട്ടിടുക. അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക, നേരെ ഓപ്പോസിറ്റ് അർത്ഥം നമ്മൾ പറഞ്ഞു, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചു എന്ന അർത്ഥത്തിൽ ആൾക്കാർ അത്, കാരണം ഷോർട്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രചരിക്കുന്നൊരു കാര്യം കൂടിയാണ്. അതിനെതിരെ ഞങ്ങൾ യൂട്യൂബിന് പോയി, അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ നടപടിയാണ് അതിന് കോർട്ടിന് കൂടി അത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആൾ പേടിച്ച് ഷോർട്സൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അമ്മാതിരി പരിപാടികൾ എന്ത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എന്നുള്ള നിലക്ക് അത് ചെയ്തു, മര്യാദ പഠിച്ചു. ഇപ്പോൾ അങ്ങനെയുള്ള ഡിസ്റ്റോഷൻസ് ഒന്നും കാര്യമായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതായാലും അത് ആ നിലക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ പറയുന്നത്രേ ഉള്ളൂ. ആശയപരമായ വിയോജിപ്പുകളും ചർച്ചകളൊക്കെ നിരന്തരമായി നടക്കണം. അതിനപ്പുറത്തേക്കുള്ള ഇമാതിരി പരിപാടികൾ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നയം. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ റേപ്പിനെ ന്യായീകരിച്ചു, ഞങ്ങൾ അത് ന്യായീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും മുറിക്ലിപ്പുകളിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന രൂപത്തിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഞങ്ങൾക്ക് നിയമപരമായി തന്നെ നീങ്ങേണ്ടി വരും. അതേപോലെ തന്നെ വ്യക്തിഹത്യകളും, അതേപോലെ തന്നെ ഈവൻ അതിനപ്പുറത്തേക്ക് കുടുംബത്തിലുള്ളവരെ പോലും മോശമാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഇനിയും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയാം. ആശയചർച്ചകളായി നടക്കട്ടെ, അതല്ലാത്തുള്ള പരിപാടികൾ ശരിയല്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു നയമാണ് ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇത് പല ആളുകളും ചോദിച്ചൊരു കാര്യം, ഈ എക്സ് മുസ്ലിം സാമൂഹ്യദ്രോഹിയുടെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ പല ആളുകളും ഞങ്ങളോട് ചോദിച്ചൊരു, ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതാൻ? പല ആളുകൾക്കും നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ നിലവാരവും സംസ്കാരമൊക്കെ നമുക്ക് ഏകദേശം അറിയാം. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ പല ആൾക്കാരും ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെയൊക്കെ ഒരു എഴുതാൻ ഒരു മനുഷ്യന് സാധിക്കുമോ? ഇപ്പോൾ ഏതെങ്കിലും ഫേക്ക് ഐ ഡിയിലൊക്കെ അങ്ങനെ എഴുതുന്നതൊക്കെ, നേരിട്ട് സ്വന്തം പേരിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എഴുതുമോ എന്ന രൂപത്തിലൊക്കെ നമ്മളോട് ചോദിച്ച പല ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിച്ചത് ഇത്രേ ഉള്ളൂ, ഈ വ്യക്തിക്ക് നമ്മളോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒന്ന്, നമ്മൾ എല്ലാവരും ഇപ്പോൾ ലണ്ടൻ മണ്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ അതാണ്. ലണ്ടനിൽ പോയി അവിടെ ഒരു ചർച്ചയിൽ ഏർപ്പെട്ടു. അവിടെയുള്ള മുസ്ലിങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യന് ഒരു ജീവായുസ്സിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നിന്ദ്യത അനുഭവിക്കുകയും അവിടുന്ന് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ഒളിച്ചോടേണ്ടുന്ന ഒരവസ്ഥ, ഒരു ഉത്തരമില്ലാതെ ഓടേണ്ടി വരുന്ന, അക്ഷരാർത്ഥത്തിൽ ഓടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കുകയും ഇറക്കിയ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട സാധനമാണ് ലക്ഷക്കണക്കിന്. ഞാൻ നോക്കിയപ്പോൾ പല പേജുകളിലായിട്ട് പല ആളുകളും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു കോടിക്കണക്കിന് ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പേജുകളിലും മില്യൺ കണക്കിന് വ്യൂസാണ് ആ വീഡിയോ കണ്ടത്. എന്ന് വെച്ചാൽ മണിക്കൂറുകൾക്കുള്ളിലാണ് നമ്മളത് മലയാളം ട്രാൻസ്ലേഷനോടുകൂടി പുറത്തിറക്കിയത്. അപ്പോൾ ഇതുവഴിയാണ് ഇയാളുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് ആൾക്കാർ അറിഞ്ഞത്. അതുവരെ എന്ന് വെച്ചാൽ ഇയാളെന്തോ ഇസ്ലാമിക പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഖുർആനൊക്കെ പറഞ്ഞാൽ ഖുർആനൊക്കെ പഠിച്ച ആളാണെന്നൊക്കെയാണ് പല ആളുകളും. പാവങ്ങളാണ്, ചിലപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചും ധാരണയില്ലാത്തവർ അങ്ങനെ തോന്നുന്നതായിരിക്കാം. അങ്ങനെയാണ് പല ആൾക്കാരും വിചാരിച്ചു. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോഴാണ്, ലണ്ടനോട്ടം കണ്ടപ്പോഴാണ് പല ആളുകൾക്കും കാര്യം മനസ്സിലായത്. അപ്പോൾ അത് ശരിക്കും ആൾക്ക് നന്നായി പൊള്ളിയിട്ടുണ്ട്. അത് പുറത്തിട്ട, അല്ലെങ്കിൽ അത് മലയാളികളിലേക്ക് മലയാളത്തിൽ എത്തിച്ചവർ എന്നുള്ള നിലക്ക് ഞങ്ങളോട് തീർത്താൽ തീരാത്ത വിദ്വേഷം അയാൾക്കുണ്ട്. അത് ആ ഒരു പക ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അത് പുറത്തു വരുന്നതൊക്കെ പക്ഷേ ഇമാതിരി കുടുംബത്തിലുള്ളവരിലേക്ക് ഒക്കെ അത് ചേർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലായിരിക്കും അതിനുള്ള പ്രതികരണം എന്നുള്ളത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും ഇതാണ് സംഭവം. അപ്പോൾ ഞങ്ങളൊക്കെ പല തവണയായിട്ട് 1.5 വർഷത്തോളമായി നമ്മൾ വിളിക്കുകയാണ് നേരിട്ടൊരു എന്തായാലും ഇൻ്റർനെറ്റിൽ തന്നെയാണല്ലോ ഈ പെറ്റുകൂട്ടിയതുപോലെ 24 മണിക്കൂർ ഇൻ്റർനെറ്റിൽ തന്നെയാണല്ലോ. നമ്മളായിട്ടൊരു ലൈവ് ഡിബേറ്റിന് വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എത്ര കാലമായി, ഞങ്ങളോട് വരുന്നില്ല. പിന്നെ ലണ്ടനിൽ പോയിട്ട് പെട്ടപ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമായി. ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല, അവരുടെ മുമ്പിലെങ്കിലും പെട്ടല്ലോ, ആൾ എക്സ്പോസ്ഡ് ആയല്ലോ എന്നുള്ളത്. എന്നിട്ട് ആൾക്കാർക്കൊക്കെ മനസ്സിലായി, ഈവൻ സംഘികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുദ്ധി കുറവുള്ള ആളുകൾക്കടക്കം മനസ്സിലായി ഇയാൾക്ക് ഖുർആൻ ഏതാണ്, വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ ഒരു ഫിഖ് ഗ്രന്ഥം ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു മണ്ടനാണ് ഇയാൾ എന്നുള്ളത് ആൾക്കാർക്കൊക്കെ മനസ്സിലായി. അപ്പോൾ ഏതായാലും അത് എക്സ്പോസ്ഡ് ആയതിൻ്റെ ഫ്രസ്ട്രേഷൻ നന്നായിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ അത് കൂടാതെ അതിന് മുമ്പേ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇയാൾ ലൈവിൽ ChatGPT-യോട് ചോദിച്ച് തേയുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ സംവാദത്തിനിടക്ക് നുണ പറഞ്ഞ് പിടിക്കപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ യാദൃശ്ചികമായിട്ടാണെന്നുണ്ടെങ്കിൽ പലതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പെട്ടെന്ന് കട്ട് ചെയ്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും എക്സ്പോസ്ഡ് ആയത് ഇതുവഴിയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ഇയാളെ മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ
ഏതാനും ഒരു 1.5-2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇയാൾക്ക് നേരിട്ട് മറുപടി പറയാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല. കാരണം ഇയാളുടെ നിലവാരം അത്രയേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പല ആളുകളും ഈ പറഞ്ഞ പോലെ സംഘികളായിട്ടുള്ള കുറച്ച് മണ്ടന്മാരും അതേപോലെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ പറഞ്ഞ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് കാര്യങ്ങളും ഈ സംഘി സപ്പോർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ ആർക്കും മറുപടി പറയാനില്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതനായ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ഇമേജ് സ്വയം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. അത് പൊളിച്ചു കൊടുത്തത് അതിൽ ഒരു പങ്ക് വഹിച്ചത് ഞങ്ങളായിരുന്നു. ഈ പറഞ്ഞ രൂപത്തിൽ എന്താ സംഭവം എന്ന് പോലും ഖുർആൻ എന്താണെന്ന് പോലും അറിയാത്തൊരു സാധുവാണ് ഇയാൾ എന്നുള്ളത് കൃത്യമായി എക്സ്പോസ്ഡ് ആയത് ഞങ്ങൾ ചെയ്ത കുറച്ച് നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൽ പരിശോധിച്ചാൽ തന്നെ ആരിഫ് ഹുസൈൻ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. ഇയാളുടെ നുണകൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്നൊരു പ്ലേലിസ്റ്റ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ചാനലിൽ. വെറും നുണ, പച്ച നുണ പറയുന്നത് അതേപടി ഇയാൾ പറഞ്ഞത് ഇതാണ്, ഖുർആനിലുള്ളത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്ലേലിസ്റ്റ് ഞങ്ങളുടെ ചാനലുണ്ട്. അതേപോലെ തന്നെ ഇയാൾ നടത്തിയ തട്ടിപ്പുകൾ ഒക്കെ പൊളിച്ചെഴുതുന്ന പ്ലേലിസ്റ്റുകൾ ഞങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ ഇടപെട്ടിപ്പോൾ 1.5-2 വർഷമായിട്ടേ ഉള്ളൂ. അതുവഴി തന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളാണെന്ന് ഈ സംഘികളും എക്സ് മുസ്ലിം സാമൂഹ്യദ്രോഹികളും അല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഇയാൾക്ക് ഫ്രസ്ട്രേഷനുണ്ട്. ആ ഫ്രസ്ട്രേഷൻ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അഗ്രഷനിലൂടെ തീർക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. ഒരാൾക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും അത് അവിടെ തീർക്കാൻ പറ്റാതാവുകയും ചെയ്യുമ്പോൾ വേറുള്ളവരിലേക്ക് മാറ്റി തീർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിനാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അഗ്രഷൻ തീർക്കുക എന്ന് പറയാം. അതാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സംവാദത്തിൽ തോറ്റതിന് സ്ത്രീകളോട്. ഇതാണ് ഇയാളുടെ അവസാനത്തെ പോസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് മറുപടിയില്ല. അത് ഇയാൾ നുണ പറയുന്നവനാണ്, സ്വയം പ്രഖ്യാപിത നുണയെന്ന് ഇയാൾക്ക് പേരിട്ട് തന്നെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിലൂടെയായിരുന്നു. അപ്പോൾ വെച്ചാൽ കുറേ നുണകൾ പിടിച്ചു. അവസാനം ഇയാൾ പറഞ്ഞു ഞാൻ നുണ പറയും, നിങ്ങൾ വേണേൽ പിടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. അപ്പോൾ അതിലൂടെ ഇയാൾ നുണയനാണ് എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അതിനോടൊക്കെ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ഞങ്ങളുടെ വീട്ടിലൊക്കെയുള്ള കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ തീർക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നിയമപരമായിട്ട് പോകട്ടെ. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ന്യൂസിലടക്കം വന്നിട്ടുള്ളൊരു കാര്യമാണ്. എസൻസ് എന്ന് പറയുന്ന നിരീശ്വരവാദ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ, കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് അവരുടെ ഒരു പ്രഭാഷകൻ പറഞ്ഞത് അമ്മയുമായും പെങ്ങളുമായിട്ടൊക്കെ പരസ്പര സമ്മതമുണ്ടെങ്കിൽ ലൈംഗിക ബന്ധമാവാം എന്ന്. ഒരു നിരീശ്വരവാദികളുടെ ഏതെങ്കിലും ഒരു പീഡിയക്കൊലായിൽ ഇരുന്നിട്ട് പറയല്ല, മറിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ ഒരാൾ പ്രഖ്യാപിക്കാൻ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ് ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അപ്പം അത് സ്വാഭാവികമായിട്ട് നമ്മളതിനോട് റിയാക്ട് ചെയ്യും. അത് ആശയപരമായൊരു റിയാക്ഷനാണ്. അല്ലാതെ അയാളുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്തു അങ്ങനെ പോലും നമ്മൾ പറയാതിരിക്കാൻ നമ്മളൊരു സംസ്കാരം അതാണ് അല്ലേ. അയാളെക്കുറിച്ചോ അയാളുടെ കുടുംബത്തിലുള്ളവരെയോ വ്യംഗ്യമായിട്ടെങ്കിലും സൂചിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ച സംസ്കാരം. അതുകൊണ്ട് ഞങ്ങൾ അതിന് ആശയപരമായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നിരീശ്വരവാദികളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ആരൊക്കെ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, മതം ഉപേക്ഷിച്ച ആൾക്കാരെല്ലാവരും അമ്മയും പെങ്ങളെയും ലൈംഗികമായി ബന്ധപ്പെടാൻ നിൽക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയാം. അങ്ങനെയല്ല ഒരിക്കലും. കാരണം മതപരമായ ധാർമ്മികത എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. കാരണം ഒരു മതാത്മക സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിലും മതത്തിൻ്റേതായ ധാർമ്മികതയുടെ അംശം ഉണ്ടാവും. അതുകൊണ്ട് 99.99% നിരീശ്വരവാദികൾക്കും അത് ശരിയായിട്ട് തോന്നൂലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ വാദിക്കുന്ന നിരീശ്വരവാദികളൊക്കെ യൂറോപ്പിലൊക്കെ ഉണ്ട്, എങ്കിൽ പോലും കേരളത്തിലൊക്കെ അത് വളരെ കുറവായിരിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരീശ്വരവാദിയായി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഞങ്ങൾ പറയുന്നതാണ്, നിരീശ്വരവാദികൾക്കടക്കം തെറ്റായി തോന്നുന്നൊരു കാര്യം നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പറയാൻ പറ്റൂല. എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയാമെന്നല്ലാതെ അത് ധാർമ്മികമായി തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ കൃത്യമായി എക്സ്പോസ് ചെയ്തു. ഇത് പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ്. അതിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്ത് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ന്യൂസിൽ അടക്കം അത് വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതും ഞങ്ങളാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇയാൾക്കുണ്ട്. അപ്പോൾ ഏതായാലും അത് മാത്രമല്ല, അതിനുശേഷം ഇയാളതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ, ഇയാളും ഇതുപോലെയുള്ള കുറേ നിരീശ്വരവാദികളൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ, അത് നിങ്ങൾ അമ്മയുമായും പെങ്ങളുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തത് ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണോ? തീർച്ചയായും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പല തെറ്റുകളും പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ പറയും. കാരണം ഖുർആൻ ശരിയും തെറ്റും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. അൽ ഫുർഖാൻ എന്നാണ് പറയുക. അതിലുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. എന്താ സംശയം? ഖുർആനിൽ പിന്നെ തെറ്റും ശരിയൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനദണ്ഡമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണോ നമ്മൾ പറയുന്നത്? ഒരു മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയിൽ തന്നെ അത് ചെയ്യരുത് എന്ന ബോധ്യം ഉണ്ടാകും ആ ഒരു ധാർമ്മികതയുമായി. പക്ഷേ ഒരു നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ ഈ ലിബറൽ കൾച്ചറിലൊക്കെ പോയിട്ട് അങ്ങേയറ്റത്തെ വ്യക്തി
സ്വാതന്ത്ര്യവാദത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഇൻസെസ്റ്റിന് വേണ്ടിയുള്ള വാദമൊക്കെ എത്തുക. അതുകൊണ്ടാണ് എസൻസിൻ്റെ വേദിയിൽ അങ്ങനെ വാദിക്കുന്ന ആളുകൾ ഉണ്ടായത്. അപ്പോൾ ഒരു മതാത്മകമായൊരു സൊസൈറ്റിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്ത ഉണ്ടാവില്ല. പക്ഷേ ഈ എസൻസ് പോലെയുള്ള നിരീശ്വരവാദ സംഘടനകളുടെ വേദികളിൽ അത് പറയുകയും ആളുകൾ അത് കേൾക്കുകയും അത് അംഗീകരിച്ച് അതിൻ്റെ വീഡിയോ അടക്കം പുറത്തു പോയി വരുന്ന അവസ്ഥ വരെ ഉണ്ടായത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് അല്ലേ. ഇയാൾ പറഞ്ഞത് വെച്ചാൽ ഖുർആനിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യാതിരിക്കുന്നവരാണോ? ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, മറിച്ച് ഒരു മാനദണ്ഡം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കതില്ല, അതുകൊണ്ടാണ് എസൻസിൻ്റെ വേദിയിൽ അത് പറഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇയാൾ തന്നെ ലണ്ടനിൽ പോയിട്ട് കുടുങ്ങിയപ്പോൾ അയാൾ അതിൻ്റെ ഇടയിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താ? ഇൻസെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം അത് സയൻസാണ്. ഇൻസെസ്റ്റ് ചെയ്താൽ ജനിതക രോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു. ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ ഈ പറഞ്ഞ ഇൻസെസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന ഞങ്ങളോട് ചോദിച്ച ആളോട് നേരെ തിരിച്ച് ഞങ്ങളും ചോദിച്ചു. അപ്പോൾ ജനിതക രോഗം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ ഇൻസെസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ ജനിതക രോഗം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരുന്നോ എന്നുള്ള ചോദ്യവും നമ്മളത്. ഇതൊക്കെ ആശയ ചർച്ചകളാണ്. അവർ സ്റ്റേജ് കെട്ടി ഇൻസെസ്റ്റിനെ ന്യായീകരിക്കുന്നു, ഞങ്ങളത് എക്സ്പോസ് ചെയ്യുന്നു. മറുഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഖുർആനിൽ ഉള്ളത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം വരുന്നു. നമ്മൾ തിരിച്ച് ജനിതക രോഗം ഉള്ളത് കൊണ്ടാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ഇതൊക്കെ ആശയപരമായ ചർച്ചകളാണ് കേട്ടോ. അപ്പോൾ ഇയാൾക്ക് ശരിക്കും ഉത്തരം മുട്ടി. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞ അതേ മാനദണ്ഡം വെച്ചിട്ട് ജനിതക രോഗം ഇല്ലെങ്കിൽ ഇൻസെസ്റ്റ് ചെയ്യാമെന്നായില്ലേ. മാത്രമല്ല ഈ പറഞ്ഞ നിരീശ്വരവാദികൾ എസൻസിൻ്റെ വേദിയിൽ ഇൻസെസ്റ്റിനെ ന്യായീകരിച്ച ആൾ വിശദീകരണ വീഡിയോ ഇറക്കി. എന്നിട്ട് അയാൾ പറഞ്ഞത് വെച്ചാൽ അങ്ങനെ രോഗം ഉണ്ടാവുക മക്കളുണ്ടാകുമ്പോഴാണ് ജനിതക രോഗം ഉണ്ടാവുക. അങ്ങനെ മക്കളുണ്ടാവാൻ വേണ്ടിയല്ല, റീക്രിയേഷന് വേണ്ടി, ആസ്വാദനത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ബന്ധമാവാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവിടെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കണം. പക്ഷേ എങ്കിലും ഇപ്പോഴും മനസ്സിലാക്കാത്ത ചില പുരോഗമനവാദികൾ പോലും ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം. അതവിടെ നിൽക്കട്ടെ. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെക്സിനെ പറ്റി അല്ല അവിടെ പറഞ്ഞത്, വെറുതെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ രോഗമില്ല, അപ്പോൾ രോഗം ഇല്ലെങ്കിൽ മക്കളുണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ആസ്വാദനത്തിന് വേണ്ടി ഈ പറഞ്ഞ പണി ചെയ്യാമെന്ന് നിരീശ്വരവാദികൾ വാദിച്ചു. ഇതൊക്കെ പുറത്തിട്ടപ്പോൾ ഇയാളുടെ കിളി പോയി. പിന്നെ എന്ത് മറുപടി പറയാൻ? ഇനി നിരീശ്വരവാദികളുടെ ധാർമ്മികത പ്രകാരം ഇതെങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റും? ഇവർക്ക് പറ്റുന്നില്ല. ഇവരുടെ സ്റ്റേജിൽ ഇവർ വിളിച്ചു പറഞ്ഞ കാര്യം തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ചോദിച്ചപ്പോൾ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ള വഴി എന്താ? വീട്ടിലുള്ള സ്ത്രീകളെ മോശം പറയുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ആശയ ചർച്ചകളാണെന്നുണ്ടെങ്കിൽ ആശയപരമായി നേരിടുക, അല്ലാതെ മുന്നോട്ട് പോയാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംവാദങ്ങളിൽ ഉത്തരം മുട്ടുക എന്നുള്ളതൊക്കെ വളരെ ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അത് പുത്തരിയൊന്നുമല്ലല്ലോ. ലണ്ടനിൽ പോയിട്ട് നാണം കെട്ടതിൻ്റെ അത്രയൊന്നുമില്ല ഞങ്ങളോട് നാണം കെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് എടുക്കുക, അതിൻ്റെ ഫ്രസ്ട്രേഷൻ വേറുള്ളവരിലേക്ക് തീർക്കാൻ വരുത്. ഈവൻ ഞങ്ങളെ തെറി പറഞ്ഞാൽ പോലും ഞങ്ങൾ ആ നിലക്ക് എടുക്കുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് പോയാൽ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എനിവേ ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള ഈ സാമൂഹ്യ ദ്രോഹികളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് ഇതുപോലെയുള്ള അനേകം അത് സമൂഹത്തിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളടക്കം ഇത്തരം ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് സമൂഹം വളരെ ജാഗ്രതയോടുകൂടി കാണണം. അത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം വിഷയമൊന്നല്ല ഇത്. അങ്ങനെ ആരും മനസ്സിലാക്കരുത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല. നമ്മുടെ സമൂഹം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ കൃത്യമായി നിയന്ത്രിച്ചെങ്കിലേ പറ്റുള്ളൂ. അത് ഭരണകൂടവും അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളുമെല്ലാം അത് മനസ്സിലാക്കണം എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ആശയ ചർച്ചകൾ നിരന്തരം നടക്കട്ടെ, ഇനിയും നടക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ, സമൂഹത്തിൽ ഭിന്നതയും ഛിദ്രതയും അതുപോലെ തന്നെ സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളും സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തീർച്ചയായും നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. അത് നിയമപരമായി അത് നിയന്ത്രിക്കപ്പെടും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.